ആകാശത്ത് വെച്ച് അപ്രത്യക്ഷനായ കള്ളൻ DB കൂപ്പർ രഹസ്യം. 1971 നടന്ന ഈ സംഭവം ഇന്ന് വരെ ലോകത്തിലെ ഏറ്റവും അമ്പരപ്പിക്കുന്നതും തെളിയാത്തതുമായ ഒരു വിമാന കവർച്ചയുടെ കഥയാണ്. കേട്ടിരിക്കുന്ന ആർക്കും കൗതുകമുണർത്തുന്നതും സസ്പെൻസ് നിറഞ്ഞതുമാണ് ഈ കഥ. ഒരു വിമാനം പറന്നുയർന്നു നിൽക്കുന്നു. അതിൽ ഒരാൾ ശാന്തനായിരുന്നു യാത്ര ചെയ്യാണ്. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് എയർ ഹോസ്റ്റസിന്റെ കയ്യിലോട്ട് ഒരു കത്ത് നൽകുന്നു. ആ കത്തിൽ ഇതായിരുന്നു: എൻ്റെ കയ്യിൽ ബോംബുണ്ട്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ വിമാനം തകരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയായിരുന്നു. 1971 നവംബർ 24 അമേരിക്കയിലാണ് സംഭവം. ഡാൻ കൂപ്പർ എന്ന പേരിൽ ബോയിങ് 727 എന്ന വിമാനത്തിൽ ഒരാൾ ടിക്കറ്റ് എടുക്കുന്നു. തൻ്റെ കയ്യിൽ ബോംബുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി അയാൾ ഡിമാൻഡ് ചെയ്തത് 2 കാര്യങ്ങളാണ്: $2,00,000 പണവും, ഇന്നത്തെ പണത്തിൻ്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 10 കോടിയിലധികം വരും. പിന്നെ 4 പാരച്യൂട്ടുമാണ് ഡിമാൻഡ് ചെയ്തത്. വിമാനം അടുത്ത എയർപോർട്ടിൽ ഇറക്കി അതിനുണ്ടായിരുന്ന യാത്രക്കാരെ എല്ലാം മോചിപ്പിച്ച ശേഷം അയാൾ ഡിമാൻഡ് ചെയ്തിരുന്ന പാരച്യൂട്ടും ഡോളറും കൈപ്പറ്റിയ ശേഷം വീണ്ടും പൈലറ്റിനോടും ക്രൂ മെമ്പേഴ്സിനോടും വിമാനം പറത്താൻ അയാൾ ആവശ്യപ്പെട്ടു. വിമാനം ആകാശത്ത് വെച്ച് നല്ല കനത്ത മഴയുണ്ടായിരുന്ന ഒരു സമയം, ഒരു കാട്ടുപ്രദേശത്തിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരുന്ന സമയത്ത് അയാൾ വിമാനത്തിൻ്റെ ഡോർ തുറന്ന് പണവും പാരച്യൂട്ടുമായി താഴേക്ക് ചാടുകയാണ് ചെയ്തത്. അതിനുശേഷം ആ കള്ളൻ എന്ത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. FBI വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും അയാളുടെ മൃതദേഹമോ അയാൾ ഉപയോഗിച്ച പാരച്യൂട്ടോ കണ്ടെത്താനായില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാട്ടിലെ ഒരു പുഴയുടെ തീരത്തു നിന്ന് ജീർണിച്ച കുറച്ച് നോട്ടുകളും കണ്ടെത്തി. കൂപ്പർ എവിടെ? ഇന്നും അതൊരു അതീവ രഹസ്യമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ DB കൂപ്പർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അയാൾ ആ വിമാനത്തിൽ നിന്ന് ചാടിയപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവുമോ? അതോ അയാൾ ആ പണം കൊണ്ട് സുഖമായി ജീവിച്ചിട്ടുണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള ത്രില്ലിംഗ് ക്രിമിനൽ കഥകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത്.